ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ടെക്നോളജി സ്റ്റോക്കുകളിലുള്ള സെൽ ഓഫ് ഇന്നലെയും അമേരിക്കൻ മാർക്കറ്റിലും മറ്റു മാർക്കറ്റുകളിലും കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ അത് ഏഷ്യൻ മാർക്കറ്റിലും കണ്ടിന്യൂ ചെയ്യുകയാണ്. ആന്ത്രോപിക് AI പുതിയ ഒരു ടൂള് ലോഞ്ച് ചെയ്തിരുന്നു. ഈ ടൂള് വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷനാണ് സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ കാണുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മറ്റെല്ലാ ഇൻഡെക്സുകളും താഴെയായിരുന്നു. ഒപ്പം S&P 500 വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സും നില കൂടിയിരിക്കുകയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഒപ്പം നമ്മൾ മേജർ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആപ്പിള് അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഈ രണ്ട് സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാ സ്റ്റോക്കുകളും ഇൻക്ലൂഡിങ് സാൻ ഡിസ്ക് അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കുന്ന സീഗേറ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ഈ കമ്പനികളെല്ലാം തന്നെ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ UK ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഇൻഡെക്സ് ആയ CAC 40 ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ജർമ്മൻ ഇൻഡെക്സ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ന് മോർണിംഗിൽ എല്ലാ ഇൻഡെക്സുകളും ഏഷ്യയിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വൊളാറ്റിലിറ്റിയാണ് ഇന്ന് ഗോൾഡിലും സിൽവറിലും കാണുന്നത്. $4756.49 പെർ ഔൺസ് വരെ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ താഴെ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് രാവിലെ 8:50 ട്രേഡ് ചെയ്യുന്നത് $4850 പെർ ഔൺസിനാണ്. ഹൈ വന്നിട്ടുള്ളത് ഇന്നത്തെ $5019.7 അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ വന്നിരിക്കുന്നത് 90.36 അതേസമയം $73.21 പെർ ഔൺസ് വരെ രാവിലെ സിൽവർ താഴെ വന്നിരുന്നു. രാവിലെ 8:50 ട്രേഡ് ചെയ്യുന്നത് $76 പെർ ഔൺസിനാണ്. വലിയ ഫ്ലക്ച്വേഷനാണ് ഗോൾഡിലും സിൽവറിലും കാണുന്നത്. ലൂണാർ ഹോളിഡേയ്സ് ആരംഭിക്കുകയാണ് ചൈനയിൽ ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 23 വരെ. അതിനു മുമ്പ് എക്സസ് ലോങ് പൊസിഷൻസും അതുപോലെ തന്നെ ഷോർട്ട് കവറിംഗ് ഒക്കെ കണ്ടേക്കാം. പൊതുവേ ഈ വർഷത്തെ ലൂണാർ ഹോളിഡേയ്ക്ക് മുമ്പുള്ള ഒരു സെൻറ്റിമെൻ്റ് ഒരു സെൽ ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡും സിൽവറും ഒരുപക്ഷെ നല്ല വൊളാറ്റിലിറ്റി കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ രണ്ട് കമോഡിറ്റികൾ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. പ്രത്യേകിച്ച് കമോഡിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് വലിയ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ മാർക്കറ്റിൽ എൻ്റർ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള Q3 റിസൾട്ടുകളിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q3 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഒന്ന് മെട്രോപോളിസ്, അതുപോലെ തന്നെ ട്രെൻഡ്, അപ്പോളോ ടയർ, ക്വാളിറ്റി പവർ, ലോയ്ഡ് എഞ്ചിനീയറിംഗ്, ആവലോൺ ടെക്നോളജീസ്, ഫോഴ്സ് മോട്ടോഴ്സ്, CCL പ്രൊഡക്ട്സ്, സാത്വിക് ഗ്രീൻ, ഒപ്പം JSW സിമെൻറ്റ്. ഈ കമ്പനികളാണ് ഇന്നലെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q3 റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മെട്രോപോളിസ് 3:1 അതായത് 3:1 ഒരു ഷെയറിന് 3 ഷെയർ ബോണസ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ JSW സിമെൻറ്റ് UAEയിൽ ഒരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. UAEയിലേക്കും കൂടി എൻ്റർ ചെയ്യുകയാണ്. ഒപ്പം Q3 റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ മെട്രോപോളിസ്, JSW സിമെൻറ്റ് ഈ കമ്പനികളൊക്കെ ഒരുപക്ഷെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. മിതാനി 158 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്വൈത് എനർജി 19.99 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ 13.07 crore ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. വാരി എനർജീസ് 150 മെഗാവാട്ട് സോളാർ മോഡ്യൂൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ജീന സിക്കോ ലൈഫ് കെയർ വെസ്റ്റ് ബംഗാളിലേക്കും ബീഹാറിലേക്കും എൻ്റർ ചെയ്യാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ ചെയിനാണ് ജീന സിക്കോ ലൈഫ് കെയർ. നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഷൻ നൽകിയിട്ടുള്ള ഒരു കമ്പനി കൂടി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഫർദർ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ ചെയിനാണ് ജീന സിക്കോ. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സംഘം ഇന്ത്യയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസുകൾ. തീർച്ചയായിട്ടും നല്ല വൊളാറ്റിലിറ്റി നമുക്ക് ടെക്നോളജി സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ കമോഡിറ്റികളിലും എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗോൾഡിലും സിൽവറിലും എക്സസ് വൊളാറ്റിലിറ്റി കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.